ഇയാളുടെ മുട്ടുകാല് തല്ലി ഓടിക്കാൻ കേരളത്തിലെ ഈഴവർക്ക് കഴിയില്ലാഞ്ഞിട്ടല്ല, പക്ഷെ പ്രായം 90 കഴിഞ്ഞു. ആ പ്രായത്തെ ബഹുമാനിക്കുകയാണ്. ഇനിയെങ്കിലും ഇയാൾ ഈ തന്തയ്ക്ക് പറക്കായ്മ അല്ലെങ്കിൽ ഈ തന്തയില്ലായ്മ ഇവിടെ കാണിക്കാൻ പാടില്ല. എന്താ സംഭവം അറിയില്ല, ഞാനിപ്പോ എത്തിയുള്ളൂ. മമ്മൂട്ടിയെ പോലും അപമാനിക്കുന്ന വിധത്തിലല്ലേ ഈ നാറയ്ക്ക് പിടിച്ച് ഈ അവാർഡ് കൊടുത്തോണ്ട് ഇത് കിട്ടിയത്? ഇയാളെ ഒരു കാരണവശാലും കേരളത്തിലെ ഇടതനോ വലതനോ BJP അംഗീകരിക്കാൻ പാടില്ല. ഇയാൾക്ക് ഒരു തരത്തിലുള്ള സ്പിരിച്വൽ ക്വാളിറ്റി ഇല്ല. അതിനേക്കാളും വൃത്തികെട്ടവനാണ് ഇയാളുടെ മകൻ. ഇനി എന്തൊക്കെ കാണേണ്ടി വരും എന്റെ ഈശ്വരാ. ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, ഈ വെള്ളാപ്പള്ളി ആരാണ്? അയാൾക്ക് എന്ത് യോഗ്യതയാണ് ശ്രീനാരായണീയരുടെ കാര്യത്തിൽ ഇടപെടാൻ? അയാൾ SNDPയിൽ നുഴഞ്ഞു കയറിയത് എങ്ങനെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് എനിക്കറിയാം. അയാൾക്കെതിരെ ആരും ചോദിക്കാനും സംസാരിക്കാനും ഇല്ല എന്നുള്ള ഹുങ്കാണ്. ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ശാശ്വതികാനന്ദ സ്വാമിയുടെ അവിടെ തെണ്ടി നടന്നിട്ട് എരന്ന് പിടിച്ച് മേടിച്ചിട്ടുള്ള ഒരു പൊസിഷനാണ്. പണ്ട് ലാംബെട്ര സ്കൂട്ടറിൽ തെണ്ടി നടന്നുകൊണ്ട് ഗൗരിയമ്മയുടെ അടുത്ത് ഒരു ഷാപ്പ് തരുമോ എന്ന് ചോദിച്ച ഈ എരപ്പാളി, ഇങ്ങനെ തന്നെ ഞാൻ പറയും. കാരണം അയാൾ എരപ്പാളിത്തരമാണ് കേരളത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. ശ്രീനാരായണ ഗുരുദേവൻ എന്താണോ ചെയ്യരുതെന്ന് പറഞ്ഞത് അതാണ് ഈ പറയുന്നത്. ഞാൻ പല ഭാഷകളും മലയാളികൾ ആഗ്രഹിക്കുന്നത്, കേരള സമൂഹം കേൾക്കാൻ ആഗ്രഹിക്കുന്ന പല ഭാഷകളും പറയാൻ ഞാൻ ആക്ച്വലി അതിന് മുതിരേണ്ടതാണ്. പക്ഷെ ഞാൻ അത് പറയുന്നില്ല. കാരണം അത്രയും മാന്യരായിട്ടുള്ളവർ കാണുന്ന ഒരു ചാനലാണിത്. നിങ്ങളെപ്പോലുള്ളവരടുത്ത് ഇയാളുടെ ഭാഷയിൽ പറയാൻ അറിയില്ല. അയാൾ ശ്രീലമ്പടൻ എന്ന് പറഞ്ഞു. ഇയാളുടെ മകൻ ആ തുഷാർ വെള്ളാപ്പള്ളി, അയാൾ ശ്രീലമ്പടൻ അല്ലേ? തുഷാർ വെള്ളാപ്പള്ളിയെ പറ്റി ഇയാൾ പറഞ്ഞിരിക്കുന്ന ഭാഷ എന്തായിരുന്നു? എനിക്കറിയാം വ്യക്തമായിട്ട് എനിക്കറിയാം, നാട്ടുകാർക്കറിയാം, ഈ മരിച്ചുപോയ മഹേഷിനർക്ക് അറിയാം. അദ്ദേഹത്തിന്റെ എന്താണ് തേഞ്ഞു തീർന്നതെന്ന് ഇയാൾ പറഞ്ഞ വാക്കാണ്, സ്വന്തം അച്ഛൻ പറഞ്ഞ വാക്കാണ്. പിന്നെ നരേന്ദ്രമോദി അമിത്ഷയുടെയും പേര് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ഹുങ്ക് കാണിക്കരുത്. ഇയാളുടെ മുട്ടുകാല് തല്ലി ഓടിക്കാൻ കേരളത്തിലെ ഈഴവർക്ക് കഴിയില്ലാഞ്ഞിട്ടല്ല, പക്ഷെ പ്രായം 90 കഴിഞ്ഞു. ആ പ്രായത്തെ ബഹുമാനിക്കുകയാണ്. ഇനിയെങ്കിലും ഇയാൾ ഈ തന്തയ്ക്ക് പറക്കായ്മ അല്ലെങ്കിൽ ഈ തന്തയില്ലായ്മ ഇവിടെ കാണിക്കാൻ പാടില്ല. നല്ല സഭ്യമായ ഭാഷയിലൊക്കെ സംസാരിച്ചു നിനക്ക്. ഞാൻ അല്പം മോശം ഭാഷ സംസാരിക്കുന്ന കേൾക്കാൻ സൗകര്യമില്ല എന്നാ കേട്ടോ. ശ്രീനാരായണ ഗുരു എന്താണോ പറഞ്ഞത് ഘടകവിരുദ്ധമായിട്ടാണ് ഇയാൾ ഹാഷ്മിജി. ഇല്ലല്ല സ്വാമി, സർ I'll tell you one thing. You just forget about the Swami or the sannyasi part of Bhadranand. But if you are dealing with these anti-nationals, if you are dealing with these criminals, നമ്മൾ ആ രീതിയിൽ തന്നെ ആവണം. ക്രൂരത കൊണ്ട് മാത്രമേ നേരിടാൻ പാടുള്ളൂ. ഇരുമ്പിനെ ഇരുമ്പ് കൊണ്ട് മാത്രമേ മുറിക്കാൻ പാടുള്ളൂ. ഇന്നലെ ഞാൻ ഇയാളുടെ നാട്ടിൽ വന്നിട്ട് ഞാൻ പറഞ്ഞു, ഇയാളുടെ നാട്ടിൽ വന്ന് ഇയാൾ കരിച്ചു കളയുന്നു. ഇയാൾക്കും ഇയാളുടെ ഗുണ്ടകൾക്കും ഇയാളുടെ മോനും ഇവരൊക്കെ ഒറ്റ തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ ഇത് ഞാൻ ഇപ്പോഴും കൊച്ചിയിൽ തന്നെയുണ്ട്. ഇന്നലെ ഞാൻ അവിടെ SP അടുത്ത് വന്ന് ഞാൻ ചോദിച്ചു, 124 ക്രിമിനൽ കേസിലെ പ്രതിയായ ഇയാൾ മഹേഷിന്റെ കേസിൽ ഇയാളും ഇയാളുടെ മകനും അശോകനും പ്രതിയായിട്ടുള്ള കേസിൽ FIR ഇട്ടിട്ടുണ്ട്. ഇവരുടെ പേരിൽ എന്തെങ്കിലും ഒരു ചോദ്യം ചെയ്തിട്ടുണ്ടോ? ചോദ്യം ചെയ്തിട്ട് ആണെങ്കിൽ ഓക്കെ. ഇതൊന്നും ചെയ്യാതെയാണ് ഇവരെ പിടിച്ച് ഈ പത്മഭൂഷൺ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കേരള പോലീസ് 2 തവണ പത്മ അവാർഡ്സിനെ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ നെയ്യാറ്റിൻകര എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് യേശുദാസിനെക്കാളും നല്ലപോലെ പാട്ട് പാടുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിന് അത് ക്യാൻസൽ ചെയ്തതിന്റെ ഒരു സിമ്പിൾ റീസൺ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, അയാൾ മദ്യപിച്ച് റോട്ടിൽ കിടക്കുകയാണെന്നുള്ള ഒരു ഒറ്റ കുറ്റത്തിന്റെ പേരിൽ. അങ്ങനെയാണെങ്കിൽ 124 ക്രിമിനൽ കേസിൽ പ്രതിയായ ഇയാൾക്കെതിരെ എങ്ങനെയാണ് ഇവിടുത്തെ സർക്കാർ, ഇടതും വലതുമായിട്ടുള്ള സർക്കാർ എന്തിന്റെ ബേസിലാണ് ഇയാൾക്ക് ഈ സാങ്ഷൻ കൊടുത്തത്? ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. വി ആർ ലിവിംഗ് ഇൻ എ വെരി ക്രൂവൽ സൊസൈറ്റി. ആരാണ് ഈ നരേന്ദ്രമോദി? ഞാനും ബഹുമാനിക്കുന്നതാണ്. ബിക്കോസ് ഐ എം ഓൾസോ സ്വയം സേവക്. ഞാൻ ഇവിടുത്തെ സംഖ്യയല്ല, ഞാൻ യഥാർത്ഥ സ്വയം സേവക്കാണ്. ഇവിടുത്തെ BJPയിലുള്ള അങ്കിൾ ബണ്ണായിട്ടുള്ള ആ രാജീവ് ചന്ദ്രശേഖറും അതുപോലുള്ള ബാക്കിയുള്ളവരും ഈ പറയുന്ന ഈ പിമ്പായിട്ടുള്ള ഇയാളുടെ മകന്റെ സേവനവും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം സുരേന്ദ്രൻ അടക്കമുള്ളവർ ഇവരുടെ നിന്ന് കൈപ്പറ്റിയിട്ട് ഇതുപോലുള്ള ഒരു തേർഡ് റേറ്റ് ക്രിമിനലിനെ ഇവിടെ ഈ പരമോന്നതമായിട്ടുള്ള ഈ പറയുന്ന പത്മ അവാർഡ് മേടിക്കുകയാണെങ്കിൽ അതിന്റെ മഹത്വം എന്താണ്? ശ്രീനാരായണ ഗുരുദേവന് ഇത് കിട്ടിയോ? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. അല്ലെങ്കിൽ ഇപ്പൊ ഇരിക്കുന്ന നമ്മുടെ സച്ചിദാനന്ദ സ്വാമിക്ക് ഇത് കിട്ടിയോ? അല്ലെങ്കിൽ എത്രയോ മഹത്തരമായിട്ടുള്ള ആൾക്കാരുണ്ട്. മമ്മൂട്ടിയെ പോലും അപമാനിക്കുന്ന വിധത്തിലല്ലേ ഈ നാറയ്ക്ക് പിടിച്ച് ഈ അവാർഡ് കൊടുത്തോണ്ട് ഇത് കിട്ടിയത്? അങ്ങയുടെ ഭാഷയുടെ ഉത്തരവാദിത്തം അങ്ങേക്ക് മാത്രമാണ്, അങ്ങ് പറയുന്നതിന് ഉത്തരവാദിത്തം അങ്ങേക്ക് മാത്രമാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവിടെ ഈ നമ്മൾ ഈ രാജ്യത്തിന്റെ ഈ പരമോന്നത പുരസ്കാരം ഒന്നും നമ്മളെല്ലാവരും ആദരിക്കുന്നതാണ്, വില വെക്കുന്നതാണല്ലേ. ഒരു അങ്ങേക്ക് എനിക്കാണെങ്കിലും അതിപ്പോ കിട്ടുന്ന ആർക്കാണെങ്കിലും അത് രാജ്യം കൊടുക്കുന്ന മഹാപുരസ്കാരമാണ്. ആ പുരസ്കാരത്തെ പോലും ഇദ്ദേഹം അവമാനിച്ചു. എങ്ങനെയാണ്? കാശ് കൊടുത്ത് ആർക്കും കിട്ടുന്നതാണ്. ഞാനൊരു സത്യം പറയട്ടെ, ഞാനൊരു തന്തയില്ലാത്തവനാ. അത് നിന്നെ ആദ്യം കണ്ടപ്പോഴേ എനിക്ക് തോന്നി. ഞാൻ മേടിക്കുന്നത് പറഞ്ഞ ആളാണ് നേരത്തെ. സാർ ഇത് രാജ്യം കൊടുക്കുന്നതല്ല ഹാഷ്മിജി. അതെ,
ഹാഷ്മി ജി, ഇത് രാജ്യം കൊടുത്തതല്ല, ഇത് ഇവിടുത്തെ BJP-യിലെ എംബോക്കികൾ കൊടുത്ത അവാർഡാണ്. അവർ വിചാരിക്കുന്നത് ഈ പറയുന്ന ഒരു കുലംകുത്തി, ഒരു പരനാറി, ഇതൊക്കെ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞ വാക്കാണ്. അതുകൊണ്ട് ഐ ക്യാൻ യൂസ് ദാറ്റ് ടേം. ഈ കുലംകുത്തി, ഈ പരനാറി ഈ കസാരയിൽ ഇരുന്നുകൊണ്ട് എനിക്ക് ഇയാളോട് ഇത്രയും ദേഷ്യം വരാൻ കാര്യം, ഒരു പാവപ്പെട്ട ഒരു കുഞ്ഞ്, ആ കുഞ്ഞിന് 5000 രൂപ ക്യാപിറ്റന്റെ അമ്മയുടെ പണി എന്താണെന്ന് ചോദിച്ചു ഇയാൾ. അപ്പോൾ പറഞ്ഞു തൊണ്ട് ചെത്തുകയാണെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ നീ നിന്റെ അമ്മയുടെ പണി ചെയ്യുന്നു പറഞ്ഞു. ആ കുഞ്ഞ് ആത്മഹത്യ ചെയ്തു. അന്ന് വെച്ച് കെട്ടിയതാണ് ഇയാളോടുള്ള എൻ്റെ ഒരു സൗഹൃദം. കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് പെരുമാറായിരുന്നു. ഇയാൾ ഈഴവ കമ്മ്യൂണിറ്റിയിൽ ആരുമല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ആരായിരിക്കണം? ഈഴവനായിട്ടുള്ള ഞാൻ ഒരിക്കലും ഈ ജാതി സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആളല്ല. ജാതി ചോദിക്കരുത് പറയരുതെന്ന് പഠിപ്പിച്ച ശ്രീനാരായണ ഗുരുവിന്റെ ആ ചിത്രത്തിന്റെ താഴെ ഇരുന്നുകൊണ്ട് ജാതിയും വർഗീയതയും പറഞ്ഞു നടക്കുന്ന ഇയാൾക്ക് എന്താണ് ഗുരുധർമ്മത്തെ പറ്റി അറിയുക? ശ്രീനാരായണ ഗുരുവിനെ ഈ കേരളത്തിൽ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് നാണിയാശാനാണ്. നാണിയാശന്റെ ചെറുമോനാണ് ഞാൻ. ശ്രീനാരായണ ഗുരു 1928 കന്നി 5 സമാധിയായെങ്കിൽ ആ 28 തിരിച്ചിടുന്ന കന്നി 5 1982 ജനിച്ചവനാണ് ഞാൻ. എൻ്റെ അപ്പൂപ്പനാണ് ശ്രീനാരായണ ഗുരുവിന്റെ പ്രഥമ ഗ്രഹസ്ഥ ശിഷ്യനായ നാണിയാശാൻ. ഇത് ചരിത്രത്തിലുള്ള കാര്യമാണ്. എനിക്കുള്ള റൈറ്റ് അത്രയും ഉള്ളതുപോലെ ഇവിടെ ശിവഗിരിയിൽ പോലും ആർക്കും ചോദിക്കാനുണ്ടാവില്ല. എന്റെ പൊന്നുവായി എന്നെ കുഴപ്പിക്കരുത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ അവിടുത്തെ ശാശ്വതികാനന്ദ സ്വാമി ആയിക്കോട്ടെ, സൂക്ഷ്മാനന്ദ സ്വാമി ആയിക്കോട്ടെ, സച്ചിദാനന്ദ സ്വാമി ആയിക്കോട്ടെ, അവിടുത്തെ മഹത്തരമായിട്ടുള്ള ഏതൊരു ഗുരുതുല്യരായിട്ടുള്ള സന്യാസികൾ പോലും ഭദ്രാനന്ദനെ അത്രയും മാത്രം ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ടാണ്. പക്ഷെ ഞാൻ ഒരിക്കലും ശിവഗിരിയോ SNDP-യോ ഞാൻ കൊതിച്ചിട്ടില്ല. ഇവർക്കൊക്കെ പവറാണ് വേണ്ടത്. ഞാൻ വീണ്ടും പറയുകയാണ് ഹാഷ്മി ജി, ഇയാളെ ഒരു കാരണവശാലും കേരളത്തിലെ ഇടതനോ വലതനോ BJP-യോ അംഗീകരിക്കാൻ പാടില്ല. ഇയാൾക്ക് ഒരു തരത്തിലുള്ള സ്പിരിച്വൽ ക്വാളിറ്റി ഇല്ല. അതിനേക്കാളും വൃത്തികെട്ടവനാണ് ഇയാളുടെ മകൻ. എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. നരേന്ദ്രമോദി അല്ല, ഇത് അമിത്ഷാജി അല്ല, ആരാണെങ്കിലും ഇയാളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ അതിന്റെ കോൺസിക്വൻസ് ഫേസ് ചെയ്യും. ഏറ്റവും കൂടുതൽ 50 കിലോ ഉള്ള ഒരു സാധനം അവിടെ കൊണ്ടുവച്ചു. കറുത്ത പൂച്ച, കറുത്ത കാക്ക, കറുത്ത പശു, കറുത്ത എല്ലാ ജീവികളെയും കൊന്ന് ആഭിചാരം ചെയ്യാൻ എക്സ്പേർട്ട് ആയിട്ടുള്ള ഇയാൾ ഇപ്പൊ നരേന്ദ്രമോദിക്ക് കൊണ്ടുകൊടുത്ത ആ കറുത്ത വിഗ്രഹത്തിൽ എന്തുമാത്രം നെഗറ്റീവ് എനർജീസ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയില്ല. നരേന്ദ്രമോദിയുടെ കട്ട പുകയാണ് വരാൻ പോകുന്നത്. നിന്റെ കരുനാക്കുളച്ചൊന്നും പറയാതിരിക്കോ? എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.